ഒറ്റ ഒരു നിമിഷത്തിൽ ചെന്ന് അങ്ങ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞ് എടുത്തൊരു വണ്ടി. പിന്നെ ഒരു കോമഡി ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, പക്ഷെ ആരും ഇതുവരെ ആ വഴി പോയിട്ടില്ല. റിവ്യൂസിന്റെ അതിപ്രസരവുമായ റിവ്യൂ രസം. വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ അതിഥി റോയൽ എൻഫീൽഡ് തന്നെ റെട്രോ മെട്രോ സ്റ്റൈലിംഗിൽ വന്ന് ദി ഹണ്ടർ 350. ഹണ്ടർ 350 അല്ലേ? ഇതൊരു വല്ലാത്തൊരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു എൻഫീൽഡ് കൊണ്ടുവന്നത്. ലൈക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഭയങ്കര ലൈക്ക് വീൽ ബേസ് ചെറുത്, കുട്ടി വണ്ടിയായിട്ട് കൊണ്ടുവന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു. ബാക്കി റോയൽ എൻഫീൽഡ് മോഡൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബൾക്കിനെസ് ഇതിന് കുറവ് ഇല്ല. ബൾക്കിനെസ് സിമ്പിൾ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തേനെ അവര്. പിന്നെ ആ എഞ്ചിൻ 350cc എഞ്ചിൻ ഈ കുട്ടി വണ്ടിയിൽ കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു റൈഡ് സെൻട്രിക് ആയി. അതെ, ഈവൻ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട്. ഹാൻഡ്ലിംഗ് നല്ലതാണ്, നല്ല കോർണർ ചെയ്യുമ്പോൾ നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ചാസി. ഇപ്പോൾ ഇതിന്റെ ഡിസൈനിലേക്ക് കിടക്കാല്ലേ. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഹാലജൻ യൂണിറ്റ് ആണ് ഇതിന്റെ ഹെഡ് ലാമ്പായിട്ട് കമ്പനി സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ബീമും ഹൈ ബീമും എല്ലാം അതിൽ ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, വേറെ സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടൊന്നും കമ്പനി കൊടുത്തിട്ടില്ല. പിന്നെ ഒരു പാർക്ക് ലൈറ്റിന്റെ ഒരു അസിസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ റോയൽ എൻഫീൽഡ് ആക്സസറി ആയിട്ട് തന്നെ ഈ ഹാലജൻ മാറ്റാം, നമുക്ക് LED കൊടുക്കാൻ പറ്റും. അതെ, പക്ഷെ ഇതാണ് ഹാലജൻ ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു റെട്രോ സ്റ്റൈലിങ്ങിന് ഈ ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് കുറച്ചുകൂടി മാച്ചിങ്. അതെ, ഒരു ഡിസൈൻ റോയൽ എൻഫീൽഡ് പണ്ടേ മുതൽ ആ ഒരു സ്റ്റൈലിലാണ് വന്നതൊക്കെ. അപ്പോൾ പിന്നെ നല്ല അലോയ്സ് ആണ് അതെ കൊടുത്തിരിക്കുന്നത്, ഒരു ഡിഫറെന്റ് പാറ്റേൺ ഒക്കെയാണ് അല്ലേ. സാധാരണ വരുന്ന ഒരു സ്പോക്കിന്റെ ഒരു ഡിസൈനിന് പുറമെ ഒരു വ്യത്യസ്ത ഡിസൈൻ ആയിരുന്നു അത് കൊടുത്തിരുന്നത്. സസ്പെൻഷൻ ഷോവഡയാണ്. ആക്ച്വലി രണ്ട് സസ്പെൻഷൻ റെയറും ഫ്രണ്ടും ഭയങ്കര സ്റ്റിഫാണ്, നല്ല എടുത്തടിക്കും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഹാൻഡ്ലിംഗ് കുറച്ചുകൂടി ബെറ്റർ ആയത്. പക്ഷെ ഇതിൽ അവർക്ക് വേണമെങ്കിൽ ഒരു അപ്സൈഡ് ഡൗൺ സെറ്റപ്പ് കൊടുക്കായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു റെട്രോ സ്റ്റൈലിങ്ങിന് വേണ്ടി മാച്ച് ചെയ്യാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കൊടുത്തത്. പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആണല്ലേ, ബാക്ക് അഡ്ജസ്റ്റബിൾ ആണെന്നോ. ബാക്ക് ഓക്കെ ഇതിന്റെ വരുമ്പോ 300 mm അല്ലേ ഫ്രണ്ട് ഡിസ്ക്, ബാക്ക് 270. ബ്രേക്സ് വൈബ്രേറ്റ് ആണ്. പിന്നെ ഫ്രണ്ട് ബ്രേക്കും ഡിസ്ക് ആണ്. നല്ലൊരു ബ്രേക്ക് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ യൂസിങ് ടൈമില്. പിന്നെ സ്റ്റോക്ക് ടയേഴ്സ് സിയറ്റിന്റെ തന്നെയാണ് കൊടുക്കുന്നത് ഒരു ബ്രാൻഡ്. അത്യാവശ്യം നല്ല ഹോൾഡ് ചെയ്യുന്നുണ്ട് ടയർ. ഡസ് ദ ജോബ്. ഡുവൽ ചാനൽ ABS ആണ്. അതൊരു ഭയങ്കര നല്ലൊരു യൂസ്ഫുൾ ആൻഡ് സേഫ്റ്റി ഫീച്ചർ ആണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്, ആവശ്യമുള്ള ഒരു സാധനമാണ്. എന്നാൽ ചില ബ്രാൻഡ്സ് അത് കൊടുക്കുന്നതിൽ റിഫ്യൂസും ചെയ്യാറുണ്ട്. ഈവൻ ഇതിന്റെ ബേസ് മോഡല് അതിലില്ലാന്ന് തോന്നുന്നു, സിംഗിൾ ചാനൽ ABS. അതാണ് ഹാൻഡിലേക്ക് വരുമ്പോ ഫസ്റ്റ് നോട്ടീസ് ചെയ്യണ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. ഇതിപ്പോ ഒരു ഷെയ്ഡ് യൂണിറ്റ് ആണ്. കുറെ റോയൽ എൻഫീൽഡ് മോഡൽസ് ലൈക്ക് മീറ്റിയോർ ഒക്കെ ആയിട്ട് ഷെയ്ഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ആണ്. പ്രത്യേകിച്ച് പാർട്സിന് ഇഷ്യൂസ് വരില്ല, കുറെ കോമൺ ഷെയറിംഗ് പാർട്സ്. ഇപ്പൊ ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അനലോഗ് ഡയല് എല്ലാവർക്കും ലൈക്കിംഗ് ആണ്. പിന്നെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ റെവിന്റെ ഇതില്ല, മറ്റേ ടാക്കോമീറ്റർ ഇല്ല, RPM മീറ്റർ ടാക്കോമീറ്റർ ഇല്ല. അതിന്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. പക്ഷെ അവര് എങ്ങനെയൊക്കെയോ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടോപ്പ് മോഡലിന് ഒരു ട്രിപ്പർ നാവിഗേഷൻ കൊടുക്കുമായിരുന്നു. പിന്നെ ആയപ്പോ കുറെ അതിന് ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കമ്പനി പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ അത് അത്രത്തോളം യൂസ്ഫുൾ അല്ല, ഫീച്ചർ യൂസ്ഫുൾ അല്ല. അതെ, നമുക്ക് ഇവിടെയാണ് നാവിഗേഷൻ മറ്റേ ഇതൊക്കെ നോക്കണം. എന്താ പറയുക, ട്രിപ്പ് A, ട്രിപ്പ് B, ട്രിപ്പ് F, ഓഡോമീറ്റർ. പിന്നെ റീസെറ്റ് ചെയ്യണൊക്കെ ഈ ഒറ്റ സ്വിച്ചിലാണ്. അതെ, ഡീറ്റെയിലിംഗിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ എല്ലാം ബേസിക് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ടൈം, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഓഡോമീറ്റർ. ട്രിപ്സ് ആണെങ്കിലും ട്രിപ്പ് A, B ആൻഡ് ട്രിപ്പ് F. ട്രിപ്പ് F നമുക്കറിയാം, ലൈക്ക് ഒരു മിനിമം ലോയിലേക്ക് പോകുമ്പോൾ ഫ്രം റിസർവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 150 കിലോമീറ്റേഴ്സ് അറൗണ്ട് റൺ ചെയ്യാനുള്ള ഫ്യൂലാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ സ്വിച്ചസ് നോക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക രീതിയിലാണ് കൊണ്ടുവന്നത്. ഇത് ആദ്യം കൊണ്ടുവന്നത് ക്ലാസിക്കലായിരുന്നു J സീരീസ് എഞ്ചിൻ വന്നപ്പോൾ.
ഇതിന്റെ പാസ് ആണ് ഒരു പ്രശ്നം. ലൈക്ക് പെട്ടെന്ന് നമുക്ക് കയ്യിൽ പാസ് ചെയ്യണത് ഇതായിരുന്നു നല്ലത്, ലൈക്ക് ഫ്ലിക്ക് ചെയ്യണതായിരുന്നു നല്ലത്. ഇത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പാസ് ചെയ്യണത് കുറച്ച് ചിലപ്പോ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ബട്ടൺ ഇവിടെ വന്നതുകൊണ്ടായിരിക്കും അവർ ഈ ഒരു സ്റ്റൈലിംഗിലേക്ക് മാറിയത്. ഇതുണ്ട് ഹാസർഡ് ഉണ്ട്. പിന്നെ ഇതിന്റെ സ്വിച്ചസിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി ലൈക്ക് അങ്ങനെ ഫെയ്ഡ് ആവണ ഇഷ്യൂസ് ഇല്ല. ലൈക്ക് വർക്കിംഗ് കണ്ടീഷൻസ് കളർ ഫേഡിംഗ് ഉണ്ട്. ലൈക്ക് വർക്കിംഗ് കണ്ടീഷൻസിൽ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. അത്യാവശ്യം ഡീസന്റ് ഹോൺ, ലൗഡ് ആണ്. ഇന്റർസെപ്റ്ററിന്റെ ഒരു ഹോൺ അവർക്ക് ഇതിനും കൊടുക്കായിരുന്നു അല്ലെ? എന്തായാലും ഒരു സിംഗിൾ ഹോൺ വെച്ച് ചെയ്യാൻ അതൊരു പ്രൈസിംഗ് പ്രീമിയത്തിലേക്ക് പോയല്ലോ. അത് പിന്നെ ഒരു ഡിഫറൻസിയേഷൻ വരുത്താൻ വേണ്ടിട്ടായിരുന്നു. ഓ, അത് നല്ലൊരു ഹോൺ ആയിരുന്നു കേട്ടോ, ക്ലാസിക് 350. ഇനി ടാങ്കിലേക്ക് വരാം അല്ലെ? ടാങ്ക് 13 ലിറ്റേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ ഒരു സ്റ്റൈലിംഗിലേക്ക് തന്നെ ഡ്യുവൽ ടോൺ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് അല്ലേ? ടോപ്പ് എൻഡ് മെട്രോ റിബൽ എന്ന് പറയും. അതെ. ഇപ്പൊ പുതിയ 2 കളർ സ്കീമും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ഷെയ്ഡും പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡും. ഇതിന്റെ ഒരു മിറേഴ്സിന്റെ വ്യൂ എടുക്കുകയാണെങ്കിൽ തന്നെ ലൈക്ക് കവറപ്പ് ചെയ്യണ ഒരു വ്യൂ ആണ് എല്ലാം ബാക്കിൽ തന്നെ. റൈഡറിന് അത്ര യൂസ്ഫുൾ ആണ്. നല്ല വ്യൂ ഉണ്ട്. ഫുൾ മെറ്റൽ ആയതുകൊണ്ട് ആ ഒരു വൈബ്രേഷൻ ആ ഒരു ഇഷ്യൂ വന്നില്ല. പ്ലാസ്റ്റിക് മിറേഴ്സിൽ വരുന്ന ഒരു ഇഷ്യൂ. 100 പോയാലാണ് ഇത് കുറച്ചുകൂടി ബ്ലർ ആവാൻ തുടങ്ങും വൈബ്രേഷൻ വരുമ്പോൾ. പിന്നെ ഡിസൈൻ ഒന്നും പറയാലോ, ഭയങ്കര അടിപൊളിയായിട്ട് കൊണ്ടുവന്ന ഒരു ഡിസൈൻ ആയിരുന്നു. മോഡേൺ ആ ഒരു ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? പലതരം കസ്റ്റമൈസേഷൻ കളേഴ്സ് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എഞ്ചിനിലേക്ക് വരാം അല്ലേ? 349cc എയർ കൂൾഡ് എഞ്ചിനാണ്, 4 സ്ട്രോക്ക്, ബേസിക്കലി 2 വാൾവ് ആണ്. 2 വാൾവിന്റെ എഞ്ചിൻ, 20 PS ഉണ്ട് പവർ, 27 Nm ടോക്ക് ഉണ്ട്. ഡീസന്റ്ലി പവർഡ്. യെസ്. ആക്ച്വലി ലോ എൻഡ് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളി ലോ എൻഡ്, ക്വിക്ക് ആയിട്ട് നമുക്ക് എടുത്തു പോകാൻ പറ്റും. ഇവിടെ നമുക്കൊരു ടോപ്പ് ഗിയറിൽ ഒരു 40-50 സ്പീഡിൽ ഈസിലി ക്രൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഇതിന്റെ ഒരു എഞ്ചിന്റെ കേസിങ്ങിനെ പറ്റി ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൗഡർ കോട്ടിങ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ഫിനിഷ്. ഇപ്പൊ നമ്മളൊരു ഡെയിലി റണ്ണർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചെളി പിടിച്ച അല്ലെങ്കിൽ പൊടി പിടിച്ച കണ്ടീഷൻസിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ് ഒരു ഇഷ്യൂ ആവുന്നില്ല. ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ ക്രോം ആണെങ്കിൽ ഭയങ്കര ഒരു ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫെയ്ഡിങ് ആയാലും പിന്നെ ക്രോം റീസ്റ്റോറേഷൻ എല്ലാം ഭയങ്കര ഒരു ഭയങ്കര ഹൈ ആയപ്പോ. ഗിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ആണ്. അത്യാവശ്യം സ്ലീക്ക് ആണ്, നല്ല സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആണ്, കുഴപ്പമില്ല. പക്ഷെ ക്ലച്ച് ഭയങ്കര ഹെവിയാണ്. നമുക്ക് സിറ്റി റൈഡ്സിലൊക്കെ ഭയങ്കര ടയേർഡ് ആവും ക്ലച്ച് പ്രസ് ചെയ്ത്. അപ്പൊ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കുകയാണെങ്കിലും വേറെ ലിവർ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല കമ്പനി. പിന്നെ 100 ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസിന്റെ അവിടെ. ഇവിടെയാണ് ഡോക്യുമെന്റ്സും ഫസ്റ്റ് എയ്ഡ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പാകത്തിന്. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ റെയർ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാരി ചെയ്യാനുള്ള ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു എക്സോസ്റ്റ് എല്ലാം ഒതുങ്ങി നല്ല ഒരു നീറ്റ് പ്ലേസ്മെന്റ് ഒക്കെയാണ് ഒരു കൊടുത്തിരിക്കുന്നത്. ഫുഡ് പെക്സിലൊക്കെ ശ്രദ്ധിച്ച ഒരു ഡീറ്റെയിലിംഗ്, ആ റോയൽ എൻഫീൽഡിന്റെ ബാഡ്ജിങ് എല്ലാം കൊടുത്തത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉണ്ട്. നമ്മളിവിടെ വെക്കുമ്പോ ഹീൽ ടച്ച് ആവില്ലേ, ആ ഹീൽ ടച്ച് ആവാണ്ടിരിക്കാൻ പീസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് ഇന്റർസെപ്റ്ററിലായിരുന്നു. അതിന്റെ ക്രോം ആയതുകൊണ്ട് കുറെ പേരുടെ ഫുട്വെയറിനൊക്കെ ഇഷ്യൂസ് വന്ന് കംപ്ലൈന്റ്. പിന്നെ അപ്പുറത്തെ സാരി കാർഡ് അല്ലേ, ഇപ്പുറത്തെ സാരി കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ചില ബ്രാൻഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റീൽ ഫിനിഷിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഒരു അഗ്ലി ലുക്ക് ആയിട്ട് തോന്നാറുണ്ട്. ഡിസൈൻ ആയാലും അത്ര ഓക്വേർഡ്നെസ് ഇല്ല. എല്ലാം കുറെ പേര് ലൈക്ക് സാരി കാർഡ് ഊരി കളയണം, ഒട്ടും തള്ളി ഒന്നും നിൽക്കില്ല, എല്ലാം ഒതുങ്ങി നീറ്റ്ലി കൊടുത്തിട്ടുണ്ട്. റെയർ ഡിസ്ക് ആണെങ്കിൽ 270 mm കാണാൻ ഭംഗിയുണ്ട്. സെയിം വൈബ്രേഡ് തന്നെ ബ്രേക്സ് ആണ്. ഷോക്സ് 2 ഡുവൽ ഷോക്സ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഡ്യുവൽ ഷോക്ക് വന്നതോടുകൂടി ബാക്ക് കുറച്ച് സ്റ്റിഫ് ആയി. ട്യൂണിങ് ഭയങ്കര സ്റ്റിഫാണ്. നമ്മള് ഒരു ലോങ് റൈഡ് ഒക്കെ പോകുമ്പോൾ ഒരു ഇതുണ്ട്. സീറ്റ് അത്യാവശ്യം കംഫിയാണ്, കുഴപ്പമൊന്നുമില്ല. 790 mm ഹൈറ്റ് ഉണ്ട്. പിന്നെ ഒരു കോമഡി ഉള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പക്ഷെ ആരും ഇതുവരെ ആ വഴി പോയിട്ടില്ല. അത് ആവശ്യം വരുന്നേ ഇല്ലാത്തൊരു കാര്യമാണ്. ഇതിന്റെ ബാക്കില് ഇത് എക്സ്ട്രാ ഫീച്ചർ ആയിട്ട് വെച്ചതാണല്ലേ. പക്ഷെ ഭയങ്കര നീറ്റ്ലി ആണ് അവർ വെച്ചിരിക്കുന്നത്. കുറെ വണ്ടികൾ നമ്മൾ കണ്ടിട്ടില്ല, കുറെ ആഫ്റ്റർ മാർക്കറ്റ് ഒക്കെ ഭയങ്കര അഗ്ലി ലുക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഭയങ്കര വലുതായിട്ട് സ്റ്റോക്ക് ആയതുകൊണ്ടും നല്ലൊരു നീറ്റ് ലേഔട്ട് ആണ്. ആ ഡിസൈൻ ഫ്ലോനെ മിസ്റ്റേക്ക് ചെയ്യാണ്ട് അവർ നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലിരിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സീറ്റ് കസ്റ്റമൈസബിൾ അല്ലേ? റോയൽ എൻഫീൽഡ് തന്നെ കുറച്ച് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ സിംഗിൾ സീറ്റ് ഇതുവരെ കണ്ടിട്ടില്ല, അത് കോണിൽ ജിറ്റിയിലാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ശരിയാ. നമുക്ക് ബാക്കിലേക്ക് വരാം. റെയറിൽ ഒരു മെയിൻ അട്രാക്ഷൻ ആ വൈഡ് ടയേഴ്സ് ആണ്. അത് കൊണ്ടുവന്നപ്പോ ഒരു സ്ക്രാംബ്ലർ ലുക്ക് എവിടെയോ വന്നിരുന്നു ആ ബാക്കിൽ കൊണ്ടുവന്നപ്പോ. 140 സെക്ഷൻ ബാക്ക് ടയർ. പിന്നെ ഇതിന്റെ ഒരു സിംഗിൾ സെറ്റപ്പ് ടെയിൽ ലൈറ്റും ഒരു ഇൻഡിക്കേറ്റർ രണ്ടും കൂടി കമ്പൈൻ ചെയ്തേക്കുന്ന ഒരു റെയർ LED കൊടുത്താൽ സ്റ്റിൽ ഇൻഡിക്കേറ്റർ എപ്പോഴും ഹാലജനാണ്. ആ ഒരു ഇന്റഗ്രേഷൻ കൊള്ളാം അല്ലേ, ആ ഒരു നമ്പർ പ്ലേറ്റ് വരുന്നതിന്റെ ഒട്ടും ഒരു ബോർ ഒരു ലുക്കിനെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. ഡിസൈൻ നല്ല മിനിമലിസ്റ്റിക് ആയിട്ടുണ്ട്. മിഡിൽ സ്റ്റാൻഡും സൈഡ് സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ടല്ലോ. മിഡിൽ സ്റ്റാൻഡ് ഉള്ളത് നല്ലതാ ആക്ച്വലി. ലൂബ് ചെയ്യുമ്പോ പാഡോക്ക് സ്റ്റാൻഡ് വേണ്ട, അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പിന്നെ ഗിയർ ലിവർ നല്ല കുഞ്ഞ് ഗിയർ ലിവർ അല്ലേ, സിംഗിൾ സൈഡഡ് ആണ്. പക്ഷെ നല്ല നീളമുള്ള ആൾക്കാർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ആക്ച്വലി ഇത് കൂടുതൽ ഷോർട്ട് റൈഡേഴ്സിന് മെയിൻലി ഫോക്കസ് ചെയ്താണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് സൗണ്ട് ചെക്ക് ചെയ്യാം അല്ലേ, എഞ്ചിൻ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ സ്റ്റാർട്ടിംഗ് രീതി ഇങ്ങനെ സ്വൈപ്പിംഗ് ആണ്. ഇഗ്നിഷൻ നല്ല പോപ്സ് ആൻഡ് ക്രാക്കിൾസ് ഉണ്ട് അല്ലേ, നല്ല ക്രാക്ലിംഗ് ഉണ്ട് എക്സോസ്റ്റിന്. ഈവൻ സ്റ്റോക്ക് എക്സോസ്റ്റ് ആണെങ്കിൽ നല്ലൊരു സൗണ്ട്, ഒരു ആഫ്റ്റർ മാർക്കറ്റ് സൗണ്ട് ഉണ്ട്. ആക്ച്വലി ഇത് നമ്മൾ POV ഹെൽമെറ്റിൽ കേൾക്കുമ്പോൾ നല്ല രസമാണ് ഇതിന്റെ സൗണ്ട്. സോ നമുക്ക് റൈഡ് ഇംപ്രഷൻസിലോട്ട് പോവാം. കീ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഫുൾ സ്വൈപ്പ് ഉണ്ടാവും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ, നല്ല രസമാണ് കാണാൻ. സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള എക്സോസ്റ്റ് നോട്ട് നല്ല രസമാണ് കേൾക്കാൻ. ആ എക്സോസ്റ്റും എൻജിൻ ആ രണ്ടിനും കോമ്പിനേഷൻ നോയ്സ് നല്ല രസമാണ് കേൾക്കാൻ നമുക്ക്. എസ്പെഷ്യലി ഇൻസൈഡ് ദ ഹെൽമെറ്റ് ഇറ്റ്സ് വെരി ഗുഡ്. ഫസ്റ്റ് ഇനീഷ്യലി നമുക്കിതിൻ്റെ ലോ എൻഡാണ് നമുക്ക് കാണിക്കാവുന്നത്. ഒരു ടോപ്പ് ഗിയറിൽ നമുക്കൊരു 40-50 സ്പീഡിൽ ഈസിലി ക്രൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 5th ഗിയറിൽ 40-50 ഒരു നോക്കിംഗ് ഇല്ലാണ്ട് സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. കണ്ടില്ലേ, ഒരു നോക്കിംഗ് ഇല്ല, വണ്ടി ഭയങ്കര റിലാക്സ്ഡ് ആണ്. പിന്നെ നമ്മൾ ഈ സ്പീഡ് ബ്രേക്കേഴ്സിലേക്ക് വരുമ്പോൾ കണ്ട ഓഫ് ടൈപ്പ് അതൊക്കെ എടുക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ ഇടയ്ക്ക് സസ്പെൻഷൻ ബോട്ടം ഔട്ട് ചെയ്യാറുണ്ട്, ബിക്കോസ് ഭയങ്കര സ്റ്റിഫ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഹാൻഡ്ലിങ് കുറച്ച് നല്ല ബെറ്ററാണ്. മാനുവറബിലിറ്റി കൊള്ളാം, നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇനി വണ്ടി വലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് മിററിലും നല്ല വൈബ്രേഷൻ കാണാം. ബിക്കോസ് മിറർ നമുക്ക് ബാക്കിലോട്ട് ഒന്നും കാണില്ല വണ്ടി വലിപ്പിച്ചെടുത്താൽ. നമ്മളൊരു മിഡ് റേഞ്ച് പിടിച്ച് ഓടിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്താണ് എൻജിൻ. പുതിയ J സീരീസ് വന്നപ്പോൾ ഭയങ്കര എൻജിൻ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കൊണ്ടുവന്നായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ സസ്പെൻഷൻ്റെ ഈ ജോയിൻസ് ഒക്കെ വരുമ്പോൾ വണ്ടി നല്ല എടുത്ത് ചാടും. പിന്നെ മെയിനായി പറയാനുള്ളത് ഇതിൻ്റെ റെവ് മാച്ചിങ് ആണ്. റെവ് മാച്ചിങ് ചെയ്യുമ്പോൾ നല്ല രസമാണ് സൗണ്ട് കേൾക്കാൻ. ആ റെവ് മാച്ച് ചെയ്യുമ്പോഴുള്ള എൻജിനും എക്സോസ്റ്റ് നോയ്സ് നല്ല രസമാണ് കേൾക്കാൻ. ലോങ് സ്ട്രോക്കാണ്, നമുക്ക് പറ്റാവുന്ന അത്രയും റെവ് മാച്ച് ചെയ്ത് ഓടിക്കാൻ പറ്റും, നല്ല സൗണ്ടും ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഫോയിൽ ഇൻഡിക്കേറ്ററാണ്. ഓരോ സമയത്ത് നമുക്ക് ചിലപ്പോൾ 2 കട്ട കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ലോ ഫോയിൽ നിന്ന് കാണിക്കും. അത് എപ്പോഴും ഒരു ഫോൾട്ടി. ഹിമാലയനും ഈ സെയിം കേസ് പറയാനുണ്ടായിരുന്നു. ഈ ഫോയിൽ ഇൻഡിക്കേറ്ററിൻ്റെ ഇഷ്യൂ കുറേ വണ്ടികളിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഓവറോൾ ബ്രേക്കിംഗ് ബൈറ്റ് നമുക്കൊന്ന് നോക്കാം. ബൈബ്രയുടെ ബ്രേക്സ് ആണ്, നമുക്ക് ഡുവൽ ചാനൽ ABS ആണ് ഈ വണ്ടിക്കുള്ളത്. അതുകൊണ്ട് ഒരു നല്ല ബൈറ്റ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്, നല്ല ബ്രേക്കിംഗ് പവർ ഉണ്ട്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു 50 ഇപ്പോൾ ഒരു സഡൻ ബ്രേക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ല, അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓണറിനെ പരിചയപ്പെടാം വണ്ടിയുടെ അല്ലേ. അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബറിന്റെ എല്ലാ ബ്രെയിനും എല്ലാം എഡിറ്റിംഗ് ഫോട്ടോഗ്രാഫി എല്ലാത്തിൻ്റെ പുറകെ ഇവനായിരുന്നു അനന്തു. ഹായ് ഗൈസ്, അനന്തുവിൻ്റെയാണ് ബൈക്ക് 100-350. ലോങ് ടേമർ ആയി അല്ലേ? ലോങ് ടേം ആണ്. ഇപ്പോൾ നമ്മുടെ വരുന്ന ഓഗസ്റ്റില് 2 years കംപ്ലീറ്റ് ആവും. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ 17ാമത്തെ വണ്ടി എന്ന് വെച്ചാൽ ഫസ്റ്റ് സെറ്റ് ഓഫ് അലോക്കേഷൻസിൽ ബുക്ക് ചെയ്തെടുത്ത വണ്ടിയാണ്. പിന്നെ ബുക്ക് ചെയ്തെടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു അൺഎക്സ്പെക്റ്റഡ്
വണ്ടിയായിട്ട് തന്നെ എൻ്റെ അങ്കിള് പേര് ഹരി ആക്ച്വലി സർപ്രൈസ് ചെയ്ത് ഒറ്റ ഒരു നിമിഷത്തിൽ ചെന്ന് അങ്ങ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തൊരു വണ്ടിയാണ്. സോ ദിസ് ഇസ് എ റിയലി ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ ആക്ച്വലി. സോ 2 വർഷം കംപ്ലീറ്റ് ചെയ്യാണല്ലേ വണ്ടിയുടെ? എനിക്ക് ഓവറോൾ വണ്ടിയുടെ എല്ലാം പ്രോസും കോൺസും ഒക്കെ മനസ്സിലുണ്ടാവും ഏകദേശം. പിന്നെ നമ്മൾ മൂന്നാർ ട്രിപ്പ് പോയി നമുക്ക് അതിലേക്ക് വരാം. അത് നല്ലൊരു റൈഡ് ആയിരുന്നു. അതെ, അടിപൊളിയായിരുന്നു. ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് വണ്ടി വെച്ചാൽ ഞാൻ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി മര്യാദയ്ക്കൊന്ന് ലോങ് പോയ ഒരു ബൈക്കിൽ ഉൾപ്പെടെ ഞങ്ങൾക്കും കൂടി ലോങ് പോയ ഒരു ട്രിപ്പായിരുന്നു നമ്മുടെ മൂന്നാർ ട്രിപ്പ്. യാഷ്, പിന്നെ ഇത് വാങ്ങാൻ പോയ കഥ അത് വളരെ അതൊരു ട്വിസ്റ്റാണ്, അൺഎക്സ്പെക്ടഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്കിള് ഞങ്ങളെല്ലാരെയും അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞൊരു മൂമെന്റ് തന്നെയായിരുന്നു. ഷോറൂം പോയി ബ്രോഷർ അയച്ചു കൊടുത്തു. അതെ, സാധനം പെട്ടേന്ന് പറഞ്ഞ് എത്തിയതാണ്. പിന്നെ നമ്മളെല്ലാരും ഒരേ കോളേജിലാണ് ഐ സൈഡിൽ. അപ്പൊ അങ്ങനെ ഞങ്ങള് കോളേജിന്റെ ഇടയിലാണ് ഈ ബസ് ഡ്രൈവിനും ഒക്കെ പോയത്. ഡ്രീം കം ട്രൂ ആക്ച്വലി. അതും ഒരു ഹെഡ് ടേണർ എന്ന് പറയാം വണ്ടി. കാരണം ആ മൊമെന്റിൽ അധികം പേർക്ക് ഇതില്ല. ഇത് ഫസ്റ്റ് സെറ്റ് ഓഫ് അലോക്കേഷൻസിൽ വന്ന ഒരു എഡിഷൻ. അത് ഈ കളർ ആകുമ്പോൾ ഞാൻ ട്രാഫിക്കിൽ കിടക്കണമെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മന്തി കഴിക്കാൻ പോകണമെങ്കിൽ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് എങ്ങനെയുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തരുമോ, അതൊക്കെ വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. അതെ, അതാ പറഞ്ഞത്. ലൈക്ക് ഹെഡ് ടേണർ ആയിരുന്നു. ഒരു ഭയങ്കര റോയൽ എൻഫീൽഡ് എല്ലാവർക്കും. അതും ലൈക്ക് എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും കാണുമ്പോൾ ഇത് എൻഫീൽഡ് ആണല്ലോ. പക്ഷെ എൻഫീൽഡ് പറയുമ്പോൾ എല്ലാവർക്കും ടിപ്പിക്കലി ആ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് തലയിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഇതും ഞാൻ പറയും ഇതിൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ആക്ച്വലി എൻഫീൽഡ് ഡസ്. അതാണ് ലൈക്ക് ഏറ്റവും നല്ലൊരു അപ്പിയറൻസ് കൊണ്ടുവന്ന ഒരു വണ്ടിയായിരുന്നു. അതെ, ഒരു മോഡേൺ സ്റ്റൈൽ. അതെ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ Q&A. ഓക്കെ, സ്റ്റാർട്ടിംഗ് ആയിട്ട് എങ്ങനെയുണ്ട് എൻജിൻ? ഞാൻ ടിപ്പിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ നേരത്തെ കേട്ട് വന്നൊരു ജെ സീരീസ് എൻജിൻ തന്നെയാണ് ഇത്. പക്ഷേ അവർ ആ എക്സോസ്റ്റിൽ ചെയ്ത സംഭവം കാരണം ഒരു ആഫ്റ്റർ മാർക്കറ്റ് സൗണ്ട് ഉണ്ട് ഇതിന്. അതും നല്ല രസമാണ്. പിന്നെ ഒരു ലൈക്ക് കോൺസ് എന്ന് പറയുകയാണെങ്കിൽ ടാപ്പിറ്റിൻ്റെ ഒരു ഇഷ്യൂ ആദ്യമേ പറഞ്ഞു, പക്ഷേ പറയുന്നുണ്ട്. അതെ, പക്ഷേ ഞാനത് ഷോറൂമിൽ കൊണ്ട് കാണിച്ചതും അവർ ആ ഇതിൽ തന്നെ അത് എനിക്ക് അതിലൊരു ചെറിയ ഫോൾട്ട് ഉണ്ടായിരുന്നു. അത് ലൈക്ക് വിത്തൗട്ട് നോ കോസ്റ്റ് മാറ്റിയത് എനിക്ക് ഓൾട്ടർ ചെയ്ത് തന്നതാണ് പെട്ടെന്ന്. അത് എൻജിൻ പെർഫോമൻസ് നല്ലതാണ്. ഞാൻ ഓവർടേക്സ് ഒക്കെ അതൊക്കെ ക്രിസ്പാണ്. നമുക്ക് മാച്ച് ചെയ്യാനാണെങ്കിൽ സുഖം. പിന്നെ ഇതിന്റെ പറയുകയാണെങ്കിൽ ഇതിന്റെ ലോ എൻഡ് എന്ന് പറയുന്നത് ബ്രില്യൻ ലോ എൻഡ്. ആൾക്കാർ വിശ്വസിക്കാന്ന് അറിയില്ല. 5th ഗിയറിൽ 30-40s നോക്ക് ഇല്ലാണ്ട് സുഖമായിട്ട് പോകും വണ്ടി. അപ്പോൾ മൈലേജ് ഒക്കെ എങ്ങനെ കിട്ടിയിരുന്നു? മൈലേജ് ഓക്കെ, ഇറ്റ്സ് ഗോണ ബി എ ബിഗ് ഫാക്ടർ ഫോർ എവരി വൺ. അത് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ അത് ഓടിക്കണ പോലെ ഇരിക്കും. എനിക്ക് ഫസ്റ്റ് സർവീസിന് മുന്നേ ഇനീഷ്യലി 30-32 പക്ഷേ ബിലീവ് ഇറ്റ് ഓർ നോട്ട് എനിക്ക് 40+, 41, 42 ഒക്കെ സുഖമായിട്ട് തരണ ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ലൈക്ക് റാഷ് ആയിട്ട് എന്നുള്ള സെൻസ് നമ്മൾ ഓടിച്ചുകൊണ്ടാണ് ഇപ്പോഴും തിരിച്ച് 35-38. എന്നാലും 200 രൂപയ്ക്ക് അടിച്ചാൽ സുഖമായിട്ട് ഒരാഴ്ച നോക്കിക്കൊണ്ട് നടക്കാനുള്ളത് മൈലേജ് ഉണ്ട് വണ്ടിക്ക്. ട്രാഫിക്കും ഹൈവേയും എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 34-35 ഷുവർ ലൈക്ക് അണ്ടർ 30, അണ്ടർ 35 ഇസ് വെരി ലെസ് പോവാണെങ്കിൽ ഞാൻ പറയാം. അതെ. പിന്നെ ബ്രേക്കിംഗ് എനിക്കൊരു നിയർ എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ABS ഫീച്ചർ ഞാൻ കുറേ പ്രാവശ്യം ട്രാഫിക്കിലായിരുന്നു. നമ്മുടെ ഓട്ടോക്കാർ ഇവിടുത്തെ ആൾക്കാരറിയാം, അവർ ചാടി കയറി വരുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ ആയിട്ട് ലൈക്ക് നല്ല റെസ്പോൺസ് ഉള്ള. അതെ, കുറേ ഇൻസിഡൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ആൻ ആക്സിഡൻറ്റ് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒരു കുഴപ്പമില്ലാണ്ട് ജീവനോടെ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫാക്ടർ തന്നെ. അതെ. പിന്നെ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന ഇഷ്യൂസ് എന്തായിരുന്നു? എന്താ സംഭവം എന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ലൈക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി ലൈക്ക് ആ ഡ്രൈവർ ബാക്കിലോട്ട് നോക്കിയിട്ട് എൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഇടിച്ച് കയറി വരിക ചെയ്തത്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലാണല്ലോ നമ്മുടെ ബ്രേക്ക് ലിവറും അതിൻ്റെ ഫുട് പെഗും വരുന്നത്. അത് എൻ്റെ കാലിൻ്റെ ഒപ്പം ഇടിച്ചാണ് അത് ബെൻഡായി പോയത്. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയാൻ എനിക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് നമ്മുടെ ക്രാഷ് ഗാർഡ് ഉണ്ടായിരുന്നു മോട്ടോടോക്കിൻ്റെ. അപ്പോൾ അത് ഇപ്പോൾ റിസ്റ്റോർ ചെയ്യാൻ കൊടുത്തേക്കാണ്. അത് മെയിൻലി അതും ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയും കാരണമാണ് ആ സമയത്ത് എനിക്കൊന്നും പറ്റാൻ. പിന്നെ സീറ്റിംഗ് കംഫർട്ടും സീറ്റിംഗ് കംഫർട്ട് ഐ എം എ ബിറ്റ് ലൈക്ക് എന്താ പറയുക ഹാഫ് ഓൺ ഹാഫ്. കാരണം നമുക്ക് ഷോർട്ട് റൈഡ്സ് ഇതൊക്കെ പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ.
പക്ഷേ കുറച്ച് ലോങ് ഒക്കെ ആകുമ്പോൾ ഞാൻ ചില സമയത്ത് ആലപ്പുഴ ഇതിലൊക്കെ പോയിട്ടുള്ള പാസഞ്ചറിനൊക്കെ ഒപ്പം ഇരുന്നതല്ല. ഇപ്പോൾ നമ്മൾ മൂന്നാർ പോയ സംഭവമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബാക്കപ്പ് ഇടയ്ക്കൊന്ന് നിന്ന് റെസ്റ്റ് ചെയ്തിരിക്കാന്നുള്ളൂ. ലൈക്ക് ഞാൻ എൻ്റെ ഡെയിലി യൂസിന് ഇറ്റ്സ് നോ ഇഷ്യൂ. പക്ഷെ ഞാൻ ലോങ് പോകുന്ന സമയത്ത് അത് സീറ്റിൻ്റെ ആണോ അതോ ഫോർ മീ പേഴ്സണലി ആണോ നല്ല സ്റ്റിഫ്നെസ് വരും. ലൈക്ക് ഒരു നമ്മളൊന്ന് എഴുന്നേറ്റൊന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പില്ലിയൻ റൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഞാൻ എക്സ്ട്രാ വെച്ച ഒരു സംഭവമാണ്. കാരണം പില്ലിയനിൽ ജസ്റ്റ് ഈ ഹോൾഡേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആള് ബാക്കിൽ ആദ്യം ഇരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ത്രോട്ടിൽ അങ്ങ് കൊടുത്ത് പോകണം. 350 ആണ്, ജസ്റ്റ് വിട്ടുകൊടുത്താൽ ഇങ്ങനെ പോവുമെങ്കിലും ബാക്കിലിരിക്കണം. അപ്പോൾ എനിക്കിരിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഇരിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നമായിരുന്നു. പിന്നെ ഈ ബാക്ക് റെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി കംഫർട്ടബിൾ. എത്ര ഇത് വന്നാലും ആളത് ബാക്ക് സപ്പോർട്ട് ചെയ്തത്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ബാക്ക് റെസ്റ്റ് തന്നെയാണ് ഞാൻ എക്സ്ട്രാ വെച്ചത്. സസ്പെൻഷൻ ആൻഡ് റൈഡ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ റോഡ്സ് അറിയാം, ഫുൾ ഗട്ടറാണ്, ഹോൾസ് പോത്ത് ഹോൾസ് എല്ലാം ഉണ്ട്. പക്ഷേ അതിന് അത്യാവശ്യം മാനേജ് ചെയ്യാം. പക്ഷേ ചെറിയ രീതിക്ക് എവിടെയോ കുറച്ച് സ്റ്റിഫ്നെസ്, അത് പില്ലിയൻ സൈഡാണ്. ഇപ്പോൾ ഞാൻ കൂടുതൽ റൈഡർ സൈഡ് ആയതുകൊണ്ട് പക്ഷേ കൂടുതൽ നമ്മൾ ആ ഇത് എൻജോയ് ചെയ്യുന്ന സമയത്ത് അത് അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇറ്റ്സ് ബിറ്റ് ഓൺ ദ സ്റ്റിഫർ സൈഡ്. യെസ്. സോ ടു കൺക്ലൂഡ്, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. So Honda 350 for 2 years ആയിട്ട് യൂസ് ചെയ്യുന്നു. 2 years ആയിട്ട് യൂസ്. So would you recommend this bike for another person? ഓബ്വിയസ്ലി. കാരണം എൻ്റെ ഞാൻ പറയാം ജസ്റ്റ് 164 സെൻറ്റിമീറ്റർ, ഞാൻ 5'4", 5'5" അടുത്തുള്ളൂ. ആ ഒരു ഹൈറ്റിൽ ഞാൻ എൻഫീൽഡ് കൊണ്ടു നടക്കുന്നു വിചാരിച്ച പോലും ഒരാളല്ല. കാരണം എനിക്ക് ആ വെയിറ്റ് ഹാൻഡ്ലിങ് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ഇപ്പം ഇതെല്ലാം എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, സുഖമാണ്. ഒരാളെ പുറകെ നിർത്തിയാൽ എനിക്കധികം ഡിസ്കംഫർട്ടും വരാറില്ല. അപ്പോൾ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ഫോർ ദോസ്. ഇതിപ്പോൾ റെക്കമെൻഡേഷൻ്റെ കാര്യം മാത്രമല്ല, റോഡിലിപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് 100 കാണാമെന്നുള്ളേ ഉള്ളൂ. എനിക്കൊരു പ്രൈഡ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അങ്കിളുടെ ഒരു ലൈക്ക് സപ്പോർട്ട് കാരണം എനിക്കത് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇനീഷ്യൽ ഇന്ത്യയിൽ വന്ന ലൊക്കേഷൻസിലെ ഒരു പേളാണ് ഇത്. അപ്പോൾ അതും ഈ കളർ റെഡ് ഇസ് ലൈക്ക് എന്താ പറയുക, ഐ ക്യാച്ചിങ് ആണ്. അപ്പോൾ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ഫോർ ദോസ് ഹു ലൈക്ക് വാണ്ട് ഗെറ്റ് ഇൻ ടു എൻഫീൽഡ്. ഹൈറ്റ് കുറവാണ്, അല്ലെങ്കിൽ വെയിറ്റ് പേടിച്ചിട്ട് മാറി നിൽക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു എൻട്രി സെഗ്മെൻറ്റിലോട്ട് നിങ്ങൾക്ക് എൻഫീൽഡ് ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ അത്രയും CC 350cc ആണെങ്കിലും ഇറ്റ്സ് വെരി ഹാൻഡിലബിൾ. അപ്പോൾ ചെറിയ ആൾക്കായാലും അല്ലെങ്കിൽ നമുക്ക് ബൈക്ക് തുടങ്ങുന്ന ഒരാളാണെങ്കിലും ഇത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഇഷ്യൂ. പിന്നെ മൂന്നാർ റൈഡ് നമ്മൾ പോയിരുന്നല്ലോ, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മൂന്നാർ റൈഡ് വാസ് 200+ കിലോമീറ്റേഴ്സ് അല്ലേ. നമ്മൾ ഇവിടെ നിന്ന് ഗ്രൂപ്പായിട്ടാണ് പോയത്. അതിൽ കുറേ ലൈക്ക് നമ്പർ ഓഫ് ബൈക്സ് എല്ലാവരും ഉണ്ടായിരുന്നു. പില്ലിയൻ ഉണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ ലഗേജ് എല്ലാം കൊണ്ടുപോകാനുണ്ടായിരുന്നു. വാസ് വെരി സ്മൂത്ത്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് റീഫ്യൂൽ ചെയ്യേണ്ട, ബാക്കി വണ്ടികൾക്കാണെങ്കിൽ എനിക്ക് റീഫ്യൂൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അതെ, സുഖമായിട്ട് കിട്ടിയത്. കാരണം ഞാനിവിടുത്തെ ഫുൾ ടാങ്ക് അടിച്ചു പോയി വന്നിട്ടും എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ കൂട്ടത്തിൽ പോയ 2 വണ്ടികളിൽ ഒന്ന് ഇതും ഒരു ജിക്സറും ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടിന് നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ടായി. അതെ, ട്രിപ്പ് വാസ് ആക്ച്വലി പേര് പറയണ്ടായിരുന്നു. മറ്റേ ടാങ്ക് നമ്മൾ ഓപ്പൺ ചെയ്തു, അപ്പോൾ ഒരു പ്രഷർ കാരണം പൊട്ടിത്തെറിക്കുന്ന ഒരു ഫീൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. പ്രോബബ്ലി ലൈക്ക് എൻജിൻ ഹീറ്റർ ആ ടൈമിൽ പെട്ടെന്ന് തുറക്കുമ്പോൾ ഒരു പോപ്പ് തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് ആ ഒരു പ്രശ്നം ആദ്യം തോന്നിയെന്ന് വെച്ചാൽ ചില സമയം ഞാൻ ഇനീഷ്യലി ആദ്യം ലൈക്ക് വീട്ടിൽ തന്നെ ഇട്ട് കുറച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാപ്പിൽ കൂടെ വെള്ളം ഇറങ്ങുന്ന സംഭവം. അപ്പോൾ എനിക്ക് പേടി വന്നു ടാങ്കിലോട്ട് വെള്ളം പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ സർവീസിനോട് പറഞ്ഞു അതിനായിട്ട് സെപ്പറേറ്റ് ഡ്രെയിനിങ് ആയിട്ടൊരു ഹോൾ ഉണ്ട്, അത് ഉള്ളിലോട്ട് പോവില്ല, പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ കോർണേഴ്സ് ഒക്കെ എടുത്തപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട്. അതെ, നല്ല ഹാൻഡിൽ. നമുക്ക് ആ ഒരു വെയിറ്റ് കാരണം ടിപ്പായി പോവെന്നുള്ളൊരു ഇതുണ്ടാവില്ല. അതെ, നമ്മളിപ്പോ അത് വീഡിയോയില് ഇപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം. Out of 10 ഞാനൊരു 8.5 to 9 സുഖമായിട്ട് കൊടുക്കും. യെസ്, ആക്ച്വലി അതും ഒരു റോയൽ എൻഫീൽഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായതും കൂടി ഒരു ചെറിയ ബയസ് ഉണ്ട് ഞാൻ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ 7,800+ kilometers ഓടിച്ചു. ഐ എം റിയലി ഹാപ്പി വിത്ത് ദ ബൈക്ക് ആൻഡ് ഐ വുഡ് റിയലി ആക്ച്വലി റെക്കമെൻഡ് ഇറ്റ് ടു മെനി പീപ്പിൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇതാണ് ഒരു ചെറിയ വീഡിയോ ഹൺഡ്രഡിനെ പറ്റിയിട്ടുള്ളത്. POV റിവ്യൂ, പിന്നെ 2 years ആയി യൂസ് ചെയ്യണം അനന്തു. അപ്പോൾ അതിൻ്റെ ഒരു ഓണർഷിപ്പും കൂടി നമ്മളിതിൽ ഇട്ടിരുന്നതാണ്. പിന്നെ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ നല്ല പാക്ഡ് ആയിട്ടൊരു വണ്ടിയാണല്ലേ. ഈവൻ ദോ ഫീച്ചർ റിച്ച് ആണെങ്കിലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണ്. അതെ, കുറേ ചെറിയ ചെറിയ കോസ്റ്റ് കട്ടിങ് ഉണ്ട്, പ്ലാസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ഇഷ്യൂസ് അത് നമ്മൾ അതിൽ പറയുന്നുണ്ട്. പക്ഷെ വണ്ടി റോയൽ എൻഫീൽഡ് കൊണ്ടുവന്ന ഭയങ്കര ഒരു അത്ഭുതമായിട്ടായിരുന്നു നമ്മൾ എല്ലാവരും കണ്ടിരുന്നത്.
ഭയങ്കര ഒരു സെഗ്മെന്റ് അപ്പായിരുന്നു ഈ സമയം കൊണ്ടുവന്നപ്പോൾ. ചെറിയ റൈഡേഴ്സും അതേപോലെ അധികം ലൈക്ക് ഹെവിനെസ് ആയിരുന്നു എൻഫീൽഡിന്റെ മെയിൻ ഇഷ്യൂ. അതൊക്കെ ഇതിൽ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ ഒരു അടിപൊളി വണ്ടിയായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് ആൻഡ് വാല്യൂ ഫോർ മണി. സോ ലെറ്റ്സ് കൺക്ലൂഡ് റൈറ്റ്. സോ ഹേ ഗൈസ്, നമ്മുടെ ചാനൽ റിവ്യൂരസം ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതുപോലത്തെ ഇനിയും എക്സൈറ്റിംഗ് റിവ്യൂസും ചെറിയ സാർക്കാസ്റ്റിക് ജോക്സും അതുപോലെ തന്നെ സ്റ്റേ ട്യൂൺഡ് ഫോർ എ ലക്ഷറി കാർ ദാറ്റ്സ് ലൈൻഡ് അപ്പ് ഫോർ അസ്. ഇനി പോലെ ഇതുപോലത്തെ എക്സൈറ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.